ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ബന്ദിപ്പൂർ എപ്പിസോഡിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. മോർണിംഗിന് ഞങ്ങൾ നല്ല അടിപൊളി നല്ല ഫ്രഷ് ആയിട്ട് കോഫി കുടിച്ച് ഞങ്ങൾ രാവിലത്തെ കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ റൂമിലേക്ക് നമുക്ക് സെർവ് ചെയ്യും കോഫി കേട്ടോ. അപ്പോൾ കൊണ്ടു തന്നപ്പോൾ റൂം തുറന്നപ്പോൾ തന്നെ ഫുള്ള് കുരങ്ങന്മാരെ കുറച്ച് ചായയൊക്കെ കുടിച്ച് ആ ഒരു സീനൊന്ന് നിങ്ങൾ കണ്ടുപോകും. റൂം തുറന്ന് നമ്മൾ ഡോറ് തുറന്നപ്പോൾ തന്നെ ഇതാണ് കാഴ്ച. രണ്ടാളും ഇങ്ങനെ വരിക്കിരിക്കുകയാണ്. രണ്ടല്ല, ഒരുപാടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ചെറിയൊരു കപ്പിൽ കോഫി കൊടുത്തു. ആ കോഫി കുടിക്കുന്ന ഒരു സീനാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അത് താഴെ ഒഴിച്ച് അത് നക്കി തുടച്ച് എങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത് കണ്ട. എന്നിട്ട് ചൂട് ഉണ്ട് തോന്നുന്നു. ചൂടാറിയപ്പം പുള്ളി മെല്ലെ എടുത്തിട്ട് സാധാരണ പോലെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. ഇത്രയും മനോഹരമായ ഒരു സമയം നമ്മളെ ഇതുവരെ പക്ഷേ റൂമിലേക്ക് അറ്റാക്ക് ചെയ്യോ അങ്ങനെയൊന്നുമില്ല. ഇതാണ് രാവിലെ തന്നെയുള്ള കാഴ്ച. അവിടുത്തെ മോർണിംഗ് വൈബ് നല്ല അടിപൊളി വൈബാട്ടോ. നല്ല തണുപ്പുണ്ട്. ആ ഭാഗത്തുനിന്ന് താഴെ കണ്ടില്ലേ, ആ ഭാഗത്തു നിന്നാണ് ആനകൾ ഇറങ്ങി വരിക മലേൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ. അപ്പോൾ നമ്മളിവിടെ അന്വേഷിച്ച് പറഞ്ഞാൽ രാവിലെ മോർണിംഗ് ടൈമൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ ആന ഇറങ്ങി വരുന്നത് ഇങ്ങനെ ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് ആ സ്ഥലത്ത് നിന്നൊക്കെ നല്ലൊരു താഴെ. പക്ഷേ കുരങ്ങന്മാരൊക്കെ ഇണീത് നല്ല തണുത്ത കാറ്റിട്ടോ. ഫുള്ള് സിസ്റ്റാട്ടോ അവരുടെ ഇവിടെ കംപ്ലീറ്റ്. എല്ലാ റൂമിലും ഹോട്ട് വാട്ടറും എല്ലാ ബിൽഡിങ്ങിലും കംപ്ലീറ്റ് സോളാർ സിസ്റ്റാട്ടോ. നല്ല വലിയ സോളാർ സിസ്റ്റം അത് കണ്ടില്ലേ. ഈ ഒരു ടൈപ്പുള്ള സോളാർ സിസ്റ്റം നല്ല റൗണ്ടായിട്ട് എല്ലാ ബിൽഡിങ്ങിന് പോലും 4ഉം 5ഉം ഒക്കെ ആയിട്ട് ഉണ്ട്. ഇതാ ഫുള്ള് സിസ്റ്റം ഉണ്ട്. കണ്ട നമ്മൾ ഒച്ച കേട്ടപ്പോൾ തന്നെ മുകളിലേക്ക് കുരങ്ങന്മാരൊക്കെ കയറി വന്നു. കണ്ട എല്ലാ സൈഡിലേക്ക് കയറി വന്നു. നല്ല പ്രത്യേക ഒരു വൈബ്, നല്ല അടിപൊളി ഗ്രൗണ്ടും സംഭവം. ആ സൈഡ് മൊത്തം കാടാണ്. ഏകദേശം ഈ ഒരു റിസോർട്ടിന് 10-30 കൊല്ലത്തെ പഴക്കമുണ്ട് കേട്ടോ ഇതിന്. ആ സമയത്ത് ഇവർ കൊടുത്ത പെർമിഷൻ ഒക്കെ കാത്തുന്നത് കാട്ടിനുള്ളത്. അത് ആ കാണുന്ന ഭാഗങ്ങളിലാണ് ആനകളും മാനുകളൊക്കെ കയറി വരുന്നൊരു സമയമാണ്. ഞങ്ങൾ രാവിലെ എണീറ്റ് നോക്കിയാണ് മൃഗങ്ങളെ കാണാൻ പറ്റുന്നത്. ഒരുപാട് മാനും ഇതൊക്കെ ഉണ്ട്. ആനനെ കണ്ടിട്ടില്ല കേട്ടോ സത്യത്തിൽ. ആനനെ കാണാണെങ്കിൽ നല്ലൊരു സംഭവമായിരുന്നു അത്. താഴെ കുരങ്ങനൊക്കെ നോക്കുന്ന ഇത് കണ്ടോ. ഇവിടെ കുരങ്ങന്മാർ നേരം വിളിക്കുന്ന എണീച്ചിട്ട് എല്ലാ ചായയും എല്ലാ റൂമിൻ്റെ ഭാഗത്തും വന്ന ചായ കപ്പും എല്ലാ സാധനങ്ങളും ഫുഡ് എന്ത് കിട്ടുമെന്ന് നോക്കി ഇങ്ങനെ അന്വേഷിച്ച് കിടക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും കേട്ടോ. ഇതിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, നമ്മളതിൻ്റെ ടോപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതാ അജു തണുത്ത് ഇറക്കിയത്. എന്താ അജു തണുക്കുന്നുണ്ടോ? അതാ പാറുമൊക്കെ താഴെ പോയി നിൽക്കുന്നത്. അവർ താഴെ എത്തി. ഞങ്ങൾ വരുന്നു. ഞാൻ ജസ്റ്റ് ഞങ്ങളൊന്ന് അവിടെ വാക്ക് ചെയ്തിട്ട് വല്ല മൃഗങ്ങളെ കാണുമെന്ന് പോയി നോക്കട്ടെ. ഇതിനകത്ത് തന്നെ വേസ്റ്റ് പ്ലാൻ സിസ്റ്റൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ എല്ലാ സംഭവങ്ങളും കണ്ടോ ഉണ്ട്. എല്ലാ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. ശരിക്കും മോർണിംഗിൽ അങ്ങനെ നടക്കാൻ നല്ല സുഖമാണ്. ഈ പാറൊക്കെ ഇതാ 8 മണിക്ക് എണീക്കുന്നതാണ്. നേരത്തെ എണീച്ചിട്ട് ഇങ്ങനെ വാക്കിങ്ങിന് കേട്ടോ. അല്ലേ പാറു? ബ്രേക്ക്ഫാസ്റ്റ് എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഫുഡ് വേണമെങ്കിൽ കഴിക്കാം. പക്ഷെ എല്ലാം ബൊഫെ ടൈപ്പാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ചായാലും ഡിന്നറായാലും എല്ലാം ബൊഫെ. ഇന്നലെ രാത്രിയിലത്തെ ഡിന്നർ നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പ് ആയിരുന്നു. എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. നല്ല ഫുഡ് നല്ല സെറ്റപ്പ് ആയിരുന്നു. രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും നമുക്ക് അറിയില്ല. അപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായി 8 to 9:30 ബൊഫെ തന്നെയാണ്. എല്ലാം ബൊഫെയാണ് ഇവിടെ. നമുക്കൊന്ന് പോയി നോക്കാം ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണുള്ളത്. ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പോയി നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ബൊഫെ സ്റ്റൈൽ. നമ്മൾ അകത്ത് കയറിയപ്പോൾ തന്നെ ചോക്കോസ് ആയിട്ടില്ല, കുട്ടികൾക്ക് ചോക്കോസ് ഉണ്ട്, ചോക്ലേറ്റിൻ്റെ സാധാരണ ഉണ്ട്, പിന്നെ മിൽക്ക് ഉണ്ട്, ബ്രെഡ് റോസ്റ്റ്, ജാം, ലൈം ജ്യൂസ്. ഇതെന്താണ് ഇത്? കേസരി. നല്ല ട്രഡീഷണൽ തമിഴ്നാട് കേസരി കേട്ടോ. ഇതൊരു കർണാടക ഒരു രാവിലെ ഒരു ബിരിയാണി റൈസ് പോലെ പോലും നല്ല പരിപ്പ് വട ഉണ്ടായിരുന്നു. സാധാ ദോശയ്ക്ക് പിന്നെ സാമ്പാർ, ചട്നി അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. പൂരിയുണ്ട്. പൂരിക്കൊരു ബാജി കറിയുണ്ട്, കോഴിമുട്ട ഉണ്ട്, പിന്നെ ബ്രെഡ് ആൻഡ് ഓംപ്ലേറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഇത് കൂടാതെ നമുക്ക് ചെറിയ ചെറിയ ഐറ്റംസുകൾ ഒരുപാടുണ്ട്. ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ ടീ, കോഫി, അങ്ങനെ പല വെറൈറ്റിയിൽ നിന്നായിരുന്നു. എന്തായാലും ഇവരുടെ ബൊഫെ സ്റ്റൈൽ, ഇവരുടെ ഡൈനിങ് സിസ്റ്റം നല്ല അടിപൊളിയാട്ടോ. ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, ഡൈനിങ് സിസ്റ്റം ഉണ്ട്. അന്നത്തെ നമ്മളെന്താണോ അന്നത്തെ ഐറ്റംസുകളെല്ലാം നമ്മുടെ പുറത്തൊരു ബോർഡിൽ മെൻഷൻ ചെയ്ത് വെക്കും കേട്ടോ. നമുക്ക് എന്താണ് ഉള്ള ഇന്നത്തെ ഇത്രയും ഐറ്റംസ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ബൊഫേനുണ്ട്.
പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് നമ്മുടെ ഇതുപോലെ തന്നെ പൂളിൻ്റെ തൊട്ടടുത്താണ്. നമുക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നതെല്ലാം കാണാം. എന്തായാലും അടിപൊളി സംഭവമാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടോ, അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷെ ഞാനൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു 3 എഗ്ഗ്, പിന്നെ ഫ്രൂട്ട്സ്, കേസരി, ഈ ദോശ, പൂരി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഞാൻ കഴിച്ചില്ല കേട്ടോ. പിന്നെ അങ്ങനത്തെ നമുക്കിങ്ങനെ കിട്ടുന്ന ദിവസം നല്ല നല്ല ഐറ്റംസുകൾ കഴിക്കുക എന്നുള്ളതാണ്. ഇനി ഇവരെന്ത് കഴിച്ചു നോക്കാം. അപ്പോൾ ഇവരോടൊക്കെ ചോദിച്ചു കേട്ടോ. അജു എങ്ങനെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്? എങ്ങനെയുണ്ട്? നിങ്ങളെന്താ പാറൊക്കെ എന്താ കഴിച്ചത്? എഗ്ഗ് പിന്നെ കോൺഫ്ലക്സ് ഇല്ലേ നമ്മൾ കഴിച്ചില്ലേ? എന്തായാലും അടി എഗ്ഗ് ഓംപ്ലേറ്റ് ഇല്ലേ? ഫുഡ് ഇതെല്ലാം ഉഷാറാക്കിയില്ലേ? നല്ല മൂള് തന്നെ നല്ല വ്യൂ കേട്ടോ പൂളിൻ്റെ. കണ്ടോ രാവിലെ നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം തന്നെ പൂള് വൈകുന്നേരം കറക്റ്റ് ഒരു 6 മണിയാകുമ്പോൾ നല്ല റീസൈക്ലിംഗ് ഉണ്ട് കേട്ടോ. റീസൈക്കിൾ ചെയ്ത് നല്ല ക്ലീൻ ചെയ്ത് പിറ്റേ ദിവസമൊക്കെ നല്ല അടിപൊളിയാക്കി നല്ല ഇതെല്ലാം എടുത്ത് നല്ല വൃത്തിയാക്കി വെക്കും കേട്ടോ. ആ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് കുളിക്കാനൊരു ഭയങ്കര ഒരു താല്പര്യം. രാവിലെ തന്നെ ആളുകളൊക്കെ വന്ന് കുളിക്കാൻ തുടങ്ങി കേട്ടോ. നമ്മൾ നിന്നാൽ ഒരുപാട് ചെറിയ കുട്ടികളൊക്കെ ടൂർ കൊണ്ടുവന്നു സ്കൂളിലുണ്ടോ. റിസോർട്ട് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് ഒരുപാട് കുട്ടികളുണ്ട്. ഇവിടുത്തെ കർണാടക ലോക്കൽ സ്കൂളിലെ കുട്ടികളാട്ടോ കേട്ടോ. ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങൾ മാനേജർ പറഞ്ഞിരുന്നു ഒരുപാട് സ്കൂളിന് ടൂർ വരുന്നുണ്ട് കുട്ടികളെന്ന് പറഞ്ഞിട്ട് കണ്ടോ. ഇവിടുത്തെ ലോക്കൽ സ്കൂളിലെ കുട്ടികളാണ്. ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. കണ്ടോ അങ്ങ് ഒരു ലൈനുണ്ട്, അങ്ങൊരു ലൈനുണ്ട്. എന്തായാലും നമ്മൾ ജസ്റ്റ് ഇവിടുത്തെ ഗോപാലസ്വാമി ക്ഷേത്രം, മൈസൂർ അങ്ങനെയുള്ള ഒരു സ്ഥലങ്ങൾ ലൊക്കേഷൻ കാണാൻ വേണ്ടി പോവാണ്. എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ലൊക്കേഷനിൽ നമുക്ക് കാണാം. ഓക്കെ, ഹായ്. അടുത്ത വീഡിയോ നമുക്ക് ഗുണ്ടിൽപേട്ടിലെ ഗോപാലസ്വാമി ക്ഷേത്രമാണ്. മനോഹരമായ ഒരു ക്ഷേത്രമാണ്, ഹിൽ സ്റ്റേഷനാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. സപ്പോർട്ട് ചെയ്യുക, കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.